സുവിശേഷം 3:19 ഇപ്രകാരം പറയുന്നു: പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. എന്തെന്നാൽ അവരുടെ പ്രവൃത്തികൾ ദോഷമുള്ളവയായിരുന്നു. ഈ തിരുവചന ഭാഗത്തെ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് ഇന്നത്തെ ധ്യാന വിചാരം. 18 വർഷമായി ശാരീരികമായി കൂന് പിടിപെട്ട ഒരുവൾ, അവളെ സംഘാലയത്തിൽ വെച്ച് കർത്താവ് സൗഖ്യമാക്കുന്നു. അവളുടെ ശരീരത്തിന്റെ കൂന് നിവരുമ്പോൾ നിവർന്നു നിന്ന ഒരു മനുഷ്യന്റെ മനസ്സിന്റെ കൂന് നമുക്ക് മുൻപിൽ വെളിപ്പെടുകയും ചെയ്യുന്നു. അത് മറ്റാരുമല്ല, ആ സംഘാലയത്തിന്റെ പ്രമാണിയാണ്. അയാൾക്ക് ആ സ്ത്രീയുടെ സൗഖ്യത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. മറിച്ച് അന്ന് ശാപതാണ് എന്ന് പറഞ്ഞ് അയാൾ അതിനെ വിമർശിക്കുകയാണ്. കൺമുൻപിൽ വെളിച്ചമുണ്ടായിട്ടും കണ്ണടച്ച് അയാൾ എല്ലാം ഇരുട്ടാക്കുന്നു. എല്ലാ കാലത്തും ഇത്തരത്തിൽ ചില മനുഷ്യരെ നാം കണ്ടുമുട്ടാറുണ്ട്. എന്തിലും ഇരുട്ട് കണ്ടെത്തുന്നവർ. തിരുത്താനും വളർത്താനും കാരണമാകേണ്ട വിമർശനങ്ങളെ മനസ്സിലെ വൈകല്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ തകർക്കാനും തളർത്താനുമായി ഉപയോഗിക്കുന്നവർ. ആധുനിക നഴ്സിംഗിന്റെ മാതാവ് എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൽ വളരെ കുലീനമായൊരു കുടുംബത്തിലാണ് അവൾ ജനിച്ചത്. എന്നിട്ടും സമൂഹം അത്ര ഗൗരവതരമായി കാണാതിരുന്ന നഴ്സിംഗ് എന്ന പ്രൊഫഷനെ ദൈവനിയോഗം പോലെ അവൾ തിരഞ്ഞെടുത്തു. 1853 റഷ്യയും സഖ്യകക്ഷികളും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ പട്ടാളക്കാരെ ശുശ്രൂഷിക്കുവാനുള്ള സന്നദ്ധതയെ അവൾ അറിയിച്ചു. അധികാരികളിൽ നിന്ന് അതിനുള്ള അനുവാദവും വാങ്ങി അവൾ സേവനത്തിനായി ഇറങ്ങി. ഒരു സ്ത്രീ യുദ്ധരംഗത്ത് ഇത്തരത്തിൽ സേവനത്തിനിറങ്ങുന്നത് ആദ്യ അനുഭവമായിരുന്നു. സമൂഹത്തിൽ നിന്ന് വല്ലാത്ത വിമർശനങ്ങളും പരിഹാസവും അവൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പുറമായി സഹപ്രവർത്തകരിൽ നിന്നുള്ള വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും അവൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ അതിനെയൊന്നും വകവെക്കാതെ ആശുപത്രി വൃത്തിയാക്കിയും രോഗികളെ പരിചരിച്ചും രോഗികൾക്ക് നല്ല ഭക്ഷണവും നൽകിയും ശുചിത്വ നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. രാത്രിയിൽ വിളക്കുമായി അവൾ രോഗികളെ ശുശ്രൂഷിച്ചു പോന്നു. ശാരീരികമായി അവൾ ക്ഷീണിച്ചു തളർന്നു. പക്ഷെ അവളിലൂടെ അനേകർ സൗഖ്യപ്പെടുകയും ശാരീരികമായി ബലപ്പെടുകയും ചെയ്തു. പരിഹാസത്തിന് മുമ്പിൽ, വിമർശനങ്ങളുടെ മുൻപിൽ തളർന്നു പോകാതെ അവൾ ചെയ്ത ശുശ്രൂഷ ഒരു വലിയ മാതൃകയാണ്. നഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന എല്ലാവരും അതിന്റെ ബിരുദദാന ചടങ്ങിൽ ചൊല്ലുന്ന പ്ലഡ്ജ് നൈറ്റിംഗേൽ പ്ലഡ്ജ് എന്നാണ് അറിയപ്പെടുക. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3:14 ഇപ്രകാരം പറയുന്നു: എന്റെ സഹോദരന്മാരെ, നന്മ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്. വിമർശനങ്ങളും പരിഹാസങ്ങളും പഴിവാക്കുകളും കേൾക്കുമ്പോൾ പലപ്പോഴും നന്മ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയുന്നവരാണ് നമ്മൾ. നമ്മിലേക്ക് തന്നെ ഒതുങ്ങി ജീവിക്കാൻ ശ്രമിക്കുന്നവർ. നമുക്ക് ചുറ്റും ശാരീരികമായും മാത്രമല്ല മാനസികമായും തകർന്ന് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി വേദനകൾ കൊണ്ടോ നിരാശ കൊണ്ടോ മറ്റുള്ളവരുടെ പഴിവാക്കുകൾ കൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ അകപ്പെട്ടുപോയ തെറ്റുകൊണ്ടോ ഒത്തിരി മനുഷ്യരുടെ ദൃഷ്ടി മറ്റുള്ളവരുടെ മുൻപിൽ താഴ്ന്നു നിൽക്കുന്നുണ്ട്. അവരുടെ ശിരസ്സൊന്ന് ഉയർത്താൻ നാം കടപ്പെട്ടവരല്ലേ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13:16 ഇവളെ ഈ ബന്ധനത്തിൽ നിന്ന് അഴിച്ചുവിടേണ്ടത് തന്നെയല്ലേ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. വല്ലാതെ കെട്ടപ്പെട്ട് കിടക്കുന്ന ചില മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ പരിസരങ്ങളിൽ, ഒരുപക്ഷെ നമ്മുടെ ഭവനങ്ങളിലുമുണ്ട്. അവരെ സ്വാതന്ത്ര്യത്തിലേക്കും സന്തോഷത്തിലേക്കും അഴിച്ചുവിടാൻ നമ്മുടെ കരങ്ങൾ അവർക്ക് നേരെ ഒന്ന് നീട്ടിയാൽ മതി. യേശു ക്രിസ്തു തന്റെ ക്രൂശ് മരണത്തിലൂടെ ഇരുട്ടിനെ കീഴടക്കി ലോകത്തിന് പ്രകാശമായി മാറി. ആ ദിവ്യപ്രകാശം നമ്മുടെ ഹൃദയങ്ങളിലും ജ്വലിക്കട്ടെ. സ്വാർത്ഥതയുടെയും പാപത്തിന്റെയും ഇരുളിനെ നീക്കി സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വെളിച്ചമായി മാറാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളുടെ കുരിശുകൾ ചുമക്കുമ്പോഴും ക്രിസ്തു നൽകുന്ന നിത്യജീവന്റെ പ്രത്യാശ നമുക്ക് കരുത്തേകട്ടെ. ഏവർക്കും അനുഗ്രഹീതമായ ഒരു വിശുദ്ധമായവും പ്രകാശപൂർണമായ ഈസ്റ്ററും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.